മലയാളം സർവകലാശാലയ്ക്ക് മുന്നിൽ രണ്ടാം ദിവസവും സമരം തുടർന്ന ഗവേഷക വിദ്യാർത്ഥിനി അനഘ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. അധ്യാപകരായ ഡോക്ടർ അരുൺ ബാബു, ഡോക്ടർ ജൈനി വർഗീസ് എന്നിവർക്കെതിരെയാണ് പരാതി. വിദ്യാർത്ഥിനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടിയും രംഗത്ത്. വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഫൈസൽ, ഈ ജാതീയ അധിക്ഷേപം അത് പല ഘട്ടങ്ങളിലും നമ്മൾ പല സർവകലാശാലകളിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും അനഘ സമരം തുടരുന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് വിവരം? ഈ ജാതീയ അധിക്ഷേപത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിനി കോളേജിന് മുമ്പിൽ സമരം തുടങ്ങിയത്. ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നു സമരം. നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഇതിനോടകം തന്നെ സമരത്തിന് അനുകൂലമായിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉൾപ്പെടെ ആ സമരപ്പന്തലിൽ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിഷ്പക്ഷമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല, കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി കൂടുതൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപ്പന്തലിൽ എത്തുന്നുണ്ട്. സമരം കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.